ബ്രോ എങ്ങനെയുണ്ട് കഴിഞ്ഞിട്ടുള്ളൊരു സന്തോഷം ചേട്ടാ. എനിക്ക് അപ്പോഴും ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഞാൻ അത്ര എക്സ്പെക്ട് ചെയ്തില്ല. സന്തോഷം, എല്ലാവരും സ്നേഹിക്കുന്നതിനും സന്തോഷം മാത്രം. നാട്ടിലെ സ്വീകരണം കാര്യങ്ങളൊക്കെ പിന്നെ ഫസ്റ്റ് ആണ് ഇപ്പോഴും എനിക്ക് വീട്ടിൽ വരാൻ പറ്റിയത്. 2 ദിവസം എനിക്ക് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ ഇപ്പോൾ നാട്ടിൽ വന്നത് എൻ്റെ ഫസ്റ്റ് പരിപാടിയായിരുന്നു. ഇത്രയും നിങ്ങൾ കാണില്ലേ, അതിന് സന്തോഷം, എല്ലാവരും സ്നേഹം കണ്ട് സന്തോഷം മാത്രം. ഇപ്പൊ തന്നെ കണ്ടു, ഭയങ്കര ക്രൗഡ്, ആൾക്കാരും ഒക്കെ അതിന് കെട്ടിപ്പിടിക്കുന്നു, മുമ്പ് വെക്കുന്നു, എന്തൊക്കെയാണ്. ഇതിന് മുമ്പ് അത് വന്നിട്ടുണ്ടോ നാട്ടിൽ? ഇല്ല, ഞാൻ ലൈക്ക് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ എന്റെ ലൈഫിൽ തന്നെ ഫസ്റ്റ് ടൈം നടക്കുന്ന കുറെ കാര്യങ്ങളാണ്. അവൻ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്നു. ബ്ലെസ്ഡ്, സന്തോഷം മാത്രം. ബിഗ് ബോസ് പോയത് കൊണ്ട് ബിഗ് ബോസും പിന്നെ ലൈക്ക് എന്നെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രം. ഞാൻ പോയിന്റ് മാത്രമല്ല, എന്റെ ക്യാരക്ടേഴ്സ്, എന്റെ പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ ഞാൻ എന്റെ വ്യക്തി ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇത്രയും ആയത്. സോ അതിൽ ദൈവത്തിന്റെ അനുഗ്രഹം, പിന്നെ എല്ലാവരും എന്നെ പഠിപ്പിച്ച ആൾക്കാർ എല്ലാവരും ഒരു അനുഗ്രഹം കൊണ്ട് മാത്രം. ഞാൻ മാത്രം എഫേർട്ട് ഇട്ടിട്ടല്ല, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രം. ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും, അതുകൊണ്ട് മാത്രം. അപ്പൊ അവിടെ ഒരു സിനിമന്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറിയില്ല, എനിക്ക് നിങ്ങൾ അത് കേട്ട പോലെ തന്നെ ഞാനും കേട്ടു. എനിക്ക് വേറെ അപ്ഡേറ്റ്സ് ഒന്നും കിട്ടിയില്ല. ഇൻഷാല്ലാ നടക്കട്ടെ. എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങൾക്ക് കിട്ടിയ അപ്ഡേറ്റ്സ് തന്നെ എനിക്കും കിട്ടിയില്ല. എനിക്ക് വേറെ ഒന്നും കിട്ടിയിട്ടില്ല. സിനിമയാണ് എല്ലാം, അതുപോലെ അറിയാലോ. ഞാൻ അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. കിട്ടിയാൽ ചെയ്യും, കിട്ടും, ഉറപ്പായിട്ട് കിട്ടും എനിക്കറിയാം. പക്ഷേ എനിക്ക് കുറച്ച് എഫേർട്ട് ഇടണം. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണം. സോ അതിന്റെ കുറച്ച് കാര്യങ്ങൾ. ഇപ്പൊ എങ്ങനെ ലൈഫ് എങ്ങനെ മൊത്തത്തിൽ ഒരു ചേഞ്ച് ആയോ? ചേഞ്ച് ലൈക്ക് ഞാനങ്ങനെ ഒന്നിലും ഗ്രാൻഡ് ആയിട്ട് എടുക്കുന്നില്ല ഒരു കാര്യങ്ങൾ. എനിക്കറിയാം, ലൈക്ക് ഹാപ്പൻ ചെയ്യുന്നത് എനിക്ക് സന്തോഷം, നടക്കുന്നത് സന്തോഷം, അത്രേ ഉള്ളൂ. ഈ ബാക്കിയുള്ള ബിഗ് ബോസ് താരങ്ങളൊക്കെ പല സ്ഥലത്തും കൂടിയപ്പോഴും അർജുന മാത്രം കാണുന്നില്ല എന്നൊരു ഭയങ്കര പരാതി എല്ലാവർക്കും. ഇറങ്ങിയപ്പോ തന്നെ എനിക്ക് എന്റെ ഒരു മൈൻഡ് സെറ്റ് ആകാൻ കുറച്ച് ടൈം എടുത്തു. അതായത് 100 days കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഇത്. പിന്നെ എനിക്ക് വീട്ടിൽ എൻ്റെ അപ്പനമ്മ, എനിക്ക് കുറച്ച് മീ ടൈം വേണമായിരുന്നു. സോ അതൊക്കെ എടുത്തു. പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ അതെല്ലാം ഓക്കെ ആയി വരുന്നേ ഉള്ളൂ. ഇവിടത്തെ സ്പീച്ചിൽ അർജുന്റെ ഒരു വാക്കുണ്ടായിരുന്നു, ഞാൻ തോറ്റുപോയതാണെന്ന്, പക്ഷെ എന്നാലും ഞാൻ തോറ്റുകിടക്കില്ല എന്നൊരു കാര്യം. അതെങ്ങനെയാണ് മനസ്സിൽ കൊണ്ടുനടക്കുന്നത്? ഇല്ല കേട്ടോ, ലൈക്ക് എല്ലാവർക്കും എല്ലാവരുടെ ലൈഫിൽ ഓരോരോ പ്രശ്നങ്ങളാണ്. എല്ലാവർക്കും എന്നോടം ജയിക്കണമെന്നില്ല. ഓരോ പ്രശ്നങ്ങളിലാണ് എല്ലാവരും സർവൈവ് ചെയ്ത് പോകുന്നത്. ഞാൻ മാത്രമല്ല, കുറെ പേരുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ട് കേൾക്കുന്നു, കുറെ പേര് പറയാതെ പറയുന്നു. ഓരോരുത്തരുടെ ലൈഫ് എങ്ങനെയാണ്, എല്ലാ ലൈഫിന് അപ്പ് ആൻഡ് ഡൗൺസ് കാണും. നമ്മൾ ഗെയിം കളിക്കുന്നതല്ല നമ്മുടെ ജീവിതം. ചിലപ്പോൾ തോക്കും, ചിലപ്പോൾ ജയിക്കും. അതിൽ എഫേർട്ട് ഇടുക, അത്രേ ഉള്ളൂ. ജിൻഡോനെ പിന്നെ കണ്ടായിരുന്നോ? ജിനിച്ചേട്ടൻ പിന്നെ ഞങ്ങൾ ദുബായിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഹാപ്പി, എല്ലാവരും ഹാപ്പി. 25 പേരും ഹാപ്പി ആയിരിക്കും. എല്ലാവരും ഹാപ്പി ആയിരിക്കട്ടെ. പുറത്തിറങ്ങിയാൽ അർജുനാണ് കൂടുതലും ഫാൻസ്. ഇല്ല കേട്ടോ, അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടപ്പെടും, ഓരോ കാഴ്ചപ്പാടല്ല. എനിക്ക് അതിനൊന്നും ലൈക്ക് സന്തോഷം. നമ്മള് വീഡിയോ ഇടുമ്പോൾ അടിയിൽ വന്നിട്ട് ഇല്ല, അങ്ങനല്ല കേട്ടോ. അതൊക്കെ ഓരോ ഞാനിതിൽ ജയിക്കണം, തോക്കണം, അങ്ങനെയൊന്നുമില്ല. എനിക്ക് ആ ജയിക്കണം. ഞാൻ ആ മൊമെന്റിൽ തന്നെ ഞാൻ ലാൽ സാറിനെ അടുത്ത് നിൽക്കാൻ പോകും. ഞാൻ ഇതുവരെ ഒരു ഗ്രാഫ് നോക്കിയിട്ടില്ല. ടോപ്പ് 5 ഞാൻ 100 days നിൽക്കുക. അതിൽ വിന്നിങ് ലൂസിങ് ഗെയിമിന്റെ പാട്ട്. അല്ലാതെ തന്നെ എനിക്ക് കപ്പടിക്കണം എന്നുള്ള മൈൻഡ് ഒന്നും ഉണ്ടായിരുന്നില്ല. ലൈക്ക് ഞാൻ എന്താണ് നിൽക്കുക, ലാൽ സാറിനൊപ്പം നിൽക്കുക. ആ ഒരു മൊമെന്റ് ആണ് ഏറ്റവും ബെസ്റ്റ്. ഇൻസ്റ്റാഗ്രാമിൽ ലാൽ സാറിന്റെ കയ്യിൽ അതാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റ്. ഞാൻ ഇതുവരെ ആ ഗ്രാഫ് ഒന്നും നോക്കിയില്ല. ലാൽ സാറിനൊപ്പം നിൽക്കുക, ആ ഒരു മൊമെന്റ്. ഞാനിതിൽ ഞാൻ ഇതിൽ വന്നത് തന്നെ ഞാൻ ജയിച്ചു. പിന്നെ എനിക്ക് സന്തോഷമാണ്. പിന്നെ എനിക്ക് പറയാനില്ല. പിന്നെ നിങ്ങൾ കൊടുത്ത ഇന്റർവ്യൂസിലൊക്കെ നമ്മുടെ ശ്രീതുമായിട്ടൊക്കെ കുറെ ഇത് വരുന്നുണ്ട്. ഈ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞല്ലോ. ഇപ്പൊ ഏഷ്യാനെറ്റിന്റെ സ്റ്റാർ സിംഗറിലൊക്കെ വന്നു. അപ്പൊ അതിന്റെ കട്സ് ഒക്കെ പിന്നെയും അല്ല, ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എല്ലാവർക്കും എല്ലാ കാര്യവും ഞാൻ എല്ലാവരുടെയും വീഡിയോസ് ഒക്കെ ഉണ്ട്, എല്ലാം നല്ലത്. അപ്പം സന്തോഷം ചേട്ടാ. ഇവിടെ വന്നത് എനിക്കറിയാം, നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഇത്രയും ആൾക്കാർ വരുന്ന എനിക്ക് പ്രതീക്ഷിച്ചില്ലായിരുന്നു. താങ്ക് യു സോ മച്ച്. ശ്രീധുവിനെ കണ്ടതിന് ശേഷമുള്ള ഒരു കൂടിക്കാഴ്ച എങ്ങനെയായിരുന്നു? ഏതാ ശ്രീധുവിനെ കണ്ടതിന് ശേഷമുള്ള ഒരു കൂടിക്കാഴ്ച മനസ്സിലായില്ല. ബിഗ് ബോസ് കഴിഞ്ഞിട്ടുള്ള ശേഷം അല്ലെ, ഞങ്ങൾ അന്നും ഇന്നും ഒരുപോലെ തന്നെ. അതിലിപ്പം വ്യത്യാസമൊന്നുമില്ല. അതിനിപ്പുറം അത് ഓരോ ഫേസ് തന്നെയാണ്. ലൈഫിന്റെ ഒരു വേറെ ഫേസ് ആണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞത്. എല്ലാം സെയിം തന്നെ. ഇപ്പൊ അതിൽ കണ്ടത് പിന്നെ പുറത്തുനിന്ന് കാണുമ്പോൾ ചേഞ്ച് ഉണ്ടാവില്ല. സെയിം തന്നെ. ആറല്ലാണ് എന്റെ പൊന്നാണ്. ഞാൻ പയ്യനാണ്. ഞാൻ എന്റെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്തോളൂ. ഇപ്പൊ നിങ്ങളെ കല്യാണം കഴിച്ചിടാൻ പോകണം. ശരിയാട്ടോ, സന്തോഷം. എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു സോ മച്ച്. നിങ്ങൾ എവിടുന്ന വരുന്നത്? ഞങ്ങൾ മനസ്സിലായി.